നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ലോകത്തെ വീണ്ടും വിസ്മയിപ്പിക്കാൻ ഒരുങ്ങുന്ന ലോകകപ്പ് മഹാഫൈനൽ. കിരീടം തേടി നിലവിലെ ചാമ്പ്യന്മാരും യൂറോ കപ്പ് ചാമ്പ്യന്മാരും നേർക്കുനേർ പോരാടുമ്പോൾ ആരാധകരും ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. തങ്ങളുടെ പ്രതീക്ഷകൾ അവർ പങ്കുവയ്ക്കുന്നു. കാണാം പീപ്പിൾസ് ടോക്ക്. കാത്തിരുന്ന മഹാപോരാട്ടം ഇനി ഒരു മത്സരത്തിന്റെ മാത്രം അകലം. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനും നേർക്കുനേർ പോരാടുമ്പോൾ ആരാണ് വിജയിക്കുക? ആരാധകർക്കും പ്രതീക്ഷകൾ ഏറെയാണ്. രണ്ടാൾ ജയിക്കട്ടെ. സ്പെയിൻ സപ്പോർട്ട് ചെയ്യുന്ന സ്പെയിൻ തന്നെ. അവരെ പാസിംഗ് ഗെയിം. പക്ഷെ അർജന്റീന നല്ല ടഫ് ഗെയിമാണ്. കഴിഞ്ഞ കളി ഭയങ്കര ടഫാണ്ടായി. അവർ ഫുൾ ടാക്ടിക്സ് ഉപയോഗിച്ച് കളിച്ച്. അപ്പം സപ്പോർട്ട് ചെയ്യുന്ന സ്പെയിനാണ്. അതുകൊണ്ട് സ്പെയിൻ ജയിക്കട്ടെ എന്ന് പറയുന്നു. അർജന്റീന ഫാനാണ്, അതുകൊണ്ട് അർജന്റീന നിൽക്കുന്നുള്ളൂ. മെസ്സി അല്ലല്ല, അർജന്റീന മെസ്സി കണ്ട് എല്ലാവരും കളിക്കുന്നു. ഈ ലോകം കാത്തിരിക്കുന്ന ഒരു ആവേശ പോരാട്ടമാണ് ഈ ഫൈനല്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അർജന്റീന വീണ്ടും ഒരു കിരീടം നേടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഫൈനൽ സാധ്യത അർജന്റീനയാണ്. മാത്രമല്ല, ഒരു അവസാന നിമിഷം വരുമ്പോൾ നന്നായി കളിച്ച് കപ്പ് വിജയത്തിലെത്തുന്ന ഒരു ടീമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിലും അർജന്റീനയെ ജയിപ്പിക്കണം എന്നുള്ളൊരു വാശി ഫിഫയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു എന്ന് തോന്നണേ. അങ്ങനെ എല്ലാ കളികളിലും അങ്ങനെ ഒരു എന്തൊക്കെ ഒരു തട്ടിപ്പ് ഫിഫയ്ക്ക് അർജന്റീനയെ ജയിപ്പിച്ചേ പറ്റുമോ എന്നുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കപ്പടിക്കുക മിക്കവാറും സ്പെയിനായിരിക്കും. ഇനി അത് തന്നെ ഫിഫ ദാനം ചെയ്യുമോ അർജന്റീനയ്ക്ക് എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ചിട്ടെന്ന് പറയാൻ പറ്റില്ല. അടിക്കാനേ സാധ്യത. അർജന്റീന അത്ര ഇഷ്ടമാണോ? കളി കാണാറുണ്ടോ? അവർ കപ്പടിക്കോ? പറയാൻ കാരണം എന്താ? കളിക്കോ? നന്നായി കളിക്കാം. ഞാൻ അർജന്റീന ഫാനാണ്. പക്ഷേ കളി എന്ന് പറയുമ്പോൾ നോക്കിയാൽ സ്പെയിനും അർജന്റീനയും ഈക്വലാണ്. പക്ഷേ ലാസ്റ്റ് ഇതിൽ അർജന്റീനയ്ക്കാണ് മുൻതൂക്കം ഉണ്ടാവുക. കാരണം അർജന്റീന ജയിക്കണമെന്നാണ് എല്ലാവരെ പോലെ ഞങ്ങളുടെ ആഗ്രഹം. നന്നായി കളിക്കുന്നുണ്ട്. അവർ പറഞ്ഞ പോലെ പിന്നിൽ നിന്നാലും ലാസ്റ്റ് ടൈമിൽ കയറി വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. സ്പെയിൻ ഒട്ടും മോശമല്ല, നല്ല ടീമാണ്. മനസ്സുകൊണ്ട് സ്പെയിൻ ജയിക്കണം എന്നാണ്. പക്ഷെ പേഴ്സണലി എനിക്ക് മെസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ അയാൾ നിന്നും ഫോമിലാണെങ്കിൽ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുള്ള പ്രാപ്തിയുള്ള കളിക്കാരനാണ്. മനസ്സുകൊണ്ട് സ്പെയിൻ. അർജന്റീന ഇത്ര നേരം മുന്നോട്ട് പോയി, അവരെന്നെ കപ്പടിക്കും. അതിലാണ് നല്ല കളിക്കാരുള്ളത്. ഇപ്പോഴത്തെ കളിയിലൊരു ഇത് വെച്ചിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് സ്പെയിനാണ്. കാരണം സ്പെയിൻ ഇപ്പോൾ എല്ലാ മേഖലയിലും ഡിഫൻസ് ആണെങ്കിലും മിഡ്ഫീൽഡ് ആണെങ്കിലും എന്തെങ്കിലും കുറച്ചെങ്കിലും ഒരു കുറ്റം പറയാനുണ്ടെങ്കിൽ അവരുടെ ഫോർവേഡ് മാത്രമാണ്, മുന്നേറ്റത്തിന് മാത്രമാണ്. ബാക്കി എല്ലാവരും സെറ്റാണ്. ഫ്രാൻസിനെ ഈ ലോകകപ്പിലെ ഏറ്റവും ശക്തമായ ടീം ഫ്രാൻസ് ആയിരുന്നു. ഫ്രാൻസിനെ തോൽപ്പിച്ച് അവർ ഫൈനലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അർജന്റീനയും സ്പെയിനും കൂടി വരുമ്പോൾ ഞാൻ കൂടുതൽ ചാൻസ് കാണുന്നത് സ്പെയിനാണ്. ഫൈനലിൽ തീർച്ചയായിട്ടും അർജന്റീന തന്നെയായിരിക്കും കപ്പടിക്കുക. 2-1 അർജന്റീന 100% ജയിച്ചിരിക്കും. അതെ 100%. മെസ്സി എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് ഫുട്ബോളാണ്. അതുകൊണ്ട് മെസ്സി ഉള്ളിടത്തോളം കാലം അർജന്റീന 100% ആയിട്ട് അർജന്റീന ഈ രണ്ടാമതും കപ്പടിക്കാനുള്ള എല്ലാ ഇതിലും ഉണ്ട്. 2 ഗോൾ അടിക്കും അർജന്റീന, 1 ഗോൾ സ്പെയിൻ അടിക്കും. അത് 2-1. അത് നേരത്തെ തന്നെ എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ മെസ്സി സ്പെയിനിൽ കളിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ആ പ്രഗത്ഭനായ കാരനോട് ഒത്തുചേർന്ന് കളിച്ചിരുന്ന പ്ലേയേഴ്സാണ് മറ്റുള്ളതെല്ലാം. അപ്പോൾ മെസ്സിക്ക് അറിയാം. മെസ്സിയുടെ തന്ത്രങ്ങൾ ഒരു പരിധി വരെ അവർക്കറിയാം. പക്ഷേ പുതിയൊരു സ്പെഷ്യൽ ട്രിക്ക് അയാളുടെ അടുത്തുണ്ട് എന്നാണ് തോന്നണത്. സ്പെയിന് ലാസ്റ്റ് കളി നന്നായിട്ട് കളിച്ചിട്ട് തന്നെ ജയിക്കണം അർജന്റീന. കളിക്കാണ്ട് ആർക്കും ജയിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എല്ലാവരും ഫിഫ പോയി കമ്പനി ടീമെന്ന് എന്തൊക്കെ പറയുന്നുണ്ട്. അവർ തോറ്റു, അവർക്ക് കഴിവില്ലാത്ത കാരണം അവർ തോറ്റു. ഞാൻ ജയിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, അതുമില്ല, കുറ്റം പറയാ. അതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഉണ്ടാക്കി തോക്കുമ്പോ ഉണ്ടാക്കി പറയേ. എമ്മാലൊന്നും കടക്കൂല, അങ്ങോട്ട് സെൻറ്റർ കടക്കൂല. മെസ്സി 2 ഗോൾ അടിക്കും, 3-1 ജയിക്കും. ഫസ്റ്റ് അവരടിക്കും, പിന്നെ തിരിച്ച് 3 അടിക്കും.
ഹാഷിഷ് ഓയിലുമായി ചൂണ്ടലിൽ നിന്നും യുവാവിനെ പിടികൂടി. കുന്നംകുളം പോലീസ് രാമ്പിക്കൽ വീട്ടിൽ രഞ്ജിത്താണ് ചൂണ്ടൽക്കുന്നിൽ നിന്ന് അനധികൃതമായി മയക്കുമരുന്ന് കൈവശം വെച്ചതിന് പോലീസിന്റെ പിടിയിലായത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ കെ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം. പോലീസ് സംഘം ചൂണ്ടൽക്കുന്നിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെ പോലീസ് വാഹനം കണ്ട് പരിഭ്രമിച്ച് തിരിഞ്ഞു നടക്കാൻ ശ്രമിച്ച രഞ്ജിത്തിനെ പോലീസ് സംഘം തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു. ഇയാളുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് കവറിനുള്ളിൽ കറുത്ത നിറത്തിൽ പശ പോലുള്ള വസ്തു കണ്ടെത്തുകയും പരിശോധനയിൽ ഇത് ഹാഷിഷ് ഓയിലാണെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 0.55 ഗ്രാം ഹാഷിഷ് ഓയിൽ ഇയാളുടെ കൈവശം ഉള്ളതായി കണ്ടെത്തി. അമിത ലാഭത്തിനായി വിൽപ്പന നടത്തുന്നതിനും സ്വന്തം ഉപയോഗത്തിനുമായി ലഹരിമരുന്ന് കൈവശം വെച്ചതിന് NDPS നിയമപ്രകാരം കേസെടുത്താണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് ചൊവ്വന്നൂർ മാതൃവേദിയുടെ നേതൃത്വത്തിൽ ഔഷധ ഗുണമുള്ള മരുന്നുണ്ടകൾ നിർമ്മിച്ചു. എരുമപ്പെട്ടി ഫൊറോന മാതൃവേദി ഭാരവാഹികളുടെ യോഗത്തിലാണ് മരുന്നുണ്ടയുടെ വിതരണോദ്ഘാടനം നടന്നത്. ഫൊറോന മാതൃവേദി ആനിമേറ്റർ ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഫൊറോന മാതൃവേദി പ്രസിഡന്റ് ശ്രുതിക്ക് മരുന്നു നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. മാതൃവേദി ആനിമേറ്റർ സിസ്റ്റർ വിദ്യ, പ്രസിഡന്റ് ഷൈന ജെയ്സൺ, സെക്രട്ടറി ബീന ആന്റണി, ട്രഷറർ ഓമന ലാസർ, വിവിധ മാതൃവേദി അംഗങ്ങളും നേതൃത്വം നൽകി. കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി പരമ്പരാഗത രീതിയിലാണ് മരുന്നുണ്ടകൾ തയ്യാറാക്കിയത്. ആർത്താറ്റ് ഹോളി ക്രോസ് CBSE സ്കൂളിൽ ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തോടൊപ്പം ചേർന്ന മിനി വേൾഡ് കപ്പ് നടന്നു. ആർത്താറ്റ് ഹോളി ക്രോസ് സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ടർഫിൽ വെച്ചാണ് കുന്നംകുളം മേഖലയിലെ 4 CBSE സ്കൂളുകൾ ഒരുമിച്ചുള്ള മിനി വേൾഡ് കപ്പ് സൗഹൃദ മത്സരമൊരുക്കിയത്. ടർഫിന്റെ ഉദ്ഘാടനം തൃശൂർ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മാർട്ടിൻ കൊളമ്പ്രത്ത് നിർവഹിച്ചു. തുടർന്ന് ചാവക്കാട് രാജ CBSE സ്കൂളും ഹോളിക്രോസ് സ്കൂളും തമ്മിലുള്ള ആദ്യ സെമിഫൈനൽ മത്സരവും, തുടർന്ന് ER നിർമ്മലമാത കോൺവെന്റ് സ്കൂളും കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളും തമ്മിലുള്ള രണ്ടാമത്തെ സെമിഫൈനൽ മത്സരവും നടന്നു. ഫൈനൽ മത്സരത്തിന് മുമ്പായി മിനി വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ആവേശം പകരുവാൻ കുട്ടികളുടെ വിവിധ പരിപാടികളും നടന്നു. ഫൈനലിൽ വിജയികളായ ചാവക്കാട് രാജ സ്കൂളിന് വേൾഡ് കപ്പ് ട്രോഫി സമ്മാനിച്ചു. രണ്ടാം സ്ഥാനം കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂൾ കരസ്ഥമാക്കി. മത്സരങ്ങൾക്ക് ഹോളിക്രോസ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആൻഡോ ഒല്ലൂക്കാരൻ, ഫിനാൻസ് മാനേജർ ഫാദർ ഫെബിൻ കുത്തൂർ, സ്കൂൾ ഫിസിക്കൽ ട്രെയിനർ PG ധനിയൻ എന്നിവർ നേതൃത്വം നൽകി. പുന്നേർകുളം ചമന്നൂർ ജുമാ മസ്ജിദിൽ ഖത്തീബായും നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ അധ്യാപകനായും ദീർഘകാലം സേവനം ചെയ്തിരുന്ന ഉസ്താദ് അലി ദാരിമിക്ക് ചമന്നൂർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി. നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ നടത്തിയ പരിപാടി മഹല്ല് വൈസ് പ്രസിഡന്റും തൊഴിയൂർ ICA കോളേജ് വൈസ് പ്രിൻസിപ്പാളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാറുമായ ഡോക്ടർ IP അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. മഹല്ല് കമ്മിറ്റി അധ്യക്ഷൻ അറക്കൽ അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. മഹല്ല് ജുമാ മസ്ജിദ് പുനർനിർമ്മാണ കമ്മിറ്റി കൺവീനർ അലി പഷ്ണത്തയിൽ, അബുദാബി കമ്മിറ്റി പ്രതിനിധി ബാപ്പു വലിയകം, മഹല്ല് കമ്മിറ്റി മെമ്പർ അബ്ദുൾ റഹ്മാൻ കുന്നുംകാട്ടിൽ, ഖാലിദ് അറക്കൽ, കുഞ്ഞുമോൻ കോട്ടത്തയിൽ, മഹല്ല് കമ്മിറ്റി മുൻ ട്രഷറർ PC മുഹമ്മദ് ഉണ്ണി, മെമ്പർ റസാഖ് പാവൂറയിൽ, ഖത്തർ കമ്മിറ്റി പ്രതിനിധി ഫൈസൽ പന്താലി തറയിൽ എന്നിവർ സംസാരിച്ചു. മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ഉസ്താദിന്റെ മൊമെന്റോ നൽകി. മഹല്ല് സെക്രട്ടറി ഷഫീഖ് വലിയ വളപ്പിൽ സ്വാഗതവും ട്രഷറർ കോട്ടത്തയിൽ കുഞ്ഞു മുഹമ്മദ് നന്ദിയും പറഞ്ഞു. കേരള അറബിക് ടീച്ചേഴ്സ് അസോസിയേഷൻ ചാവക്കാട് ഉപജില്ലാ തലത്തിൽ സംഘടിപ്പിച്ച അലിഫ് അറബിക് ടാലന്റ് സെർച്ച് പരീക്ഷയിൽ RT മുഹമ്മദ് ഷയാൻ 1ാം സ്ഥാനം നേടി. മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചാവക്കാട് നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ KP രഞ്ജിത്ത് കുമാറിൽ നിന്ന് മുഹമ്മദ് ഷയാൻ ഉപഹാരം ഏറ്റുവാങ്ങി. അധ്യാപകരായ ഡോക്ടർ അനീസ് ഹുദവി, കാമിൽ, മുനീർ, ഹാരിസ്, ഷബ്ന, സുബൈദ, സൽമാനുൽ ഫാരിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗ്രാമത്തിന്റെ പ്രഭാതങ്ങളോടൊപ്പം 66 വർഷമായി സഞ്ചരിക്കുകയാണ് ഒറ്റപ്പിലാവ് സ്വദേശി AK കുഞ്ഞുപ്പ. ചാലിശ്ശേരി അങ്ങാടിക്കാർക്കിടയിൽ ഇദ്ദേഹം ആരു പറഞ്ഞ എന്ന അപരനാമത്തിലാണ് അറിയപ്പെടുന്നത്. ചാലിശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ വിശ്വസ്തനായ മീൻ വ്യാപാരിയായി 77ന്റെ നിറവിലും പ്രായത്തെ വെല്ലുവിളിച്ച മീൻ വിൽപ്പന തുടരുകയാണ് കുഞ്ഞുപ്പ. ഒറ്റപ്പിലാവ് അമ്പലത്ത് വീട്ടിൽ കോയക്ക പാത്തുണ്ണി ദമ്പതികളുടെ മൂത്ത മകനായ കുഞ്ഞുപ്പ പെരുമ്പിലാവ് അറയ്ക്കൽ LP സ്കൂളിലാണ് 4ാം ക്ലാസ് വരെ പഠിച്ചത്. തുടർന്ന് പിതാവിന്റെ പാത തുടർന്ന് 10ാം വയസ്സിൽ മീൻ വിൽപ്പനയിലേക്ക് ഇറങ്ങി. തലയിൽ മീൻകുട്ടയേന്തി ചാലിശ്ശേരിയിലേക്ക് കാൽനടയായി എത്തി വീടുകൾ കയറിയിറങ്ങിയായിരുന്നു തുടക്കം. ഉണക്കമീനും പച്ചമീനും നിറച്ച കൊട്ടയിലെ ഐസ് വെള്ളം തലയിൽ വീഴാതിരിക്കാൻ കോട്ടൺ തുണി കെട്ടിയാണ് കിലോമീറ്ററുകൾ നടന്നിരുന്നത്. പുലർച്ചെ ചൂട്ട് കത്തിച്ച വെളിച്ചത്തിൽ നടന്നാണ് ചാലിശ്ശേരി മീൻ മാർക്കറ്റിലെത്തിയിരുന്നത്.
അക്കാലങ്ങളിൽ കടവല്ലൂർ, ആലംകോട്, നന്നമുക്ക്, കപ്പൂർ, നാഗലശ്ശേരി തുടങ്ങിയ സ്ഥലത്തുനിന്ന് മീൻ വാങ്ങാൻ ആളുകൾ എത്തിയിരുന്നത് ചാലിശ്ശേരിയിലെ മീൻ മാർക്കറ്റിലായിരുന്നുവെന്ന് കുഞ്ഞുപ്പുക്ക പറയുന്നു. ചങ്ങരംകുളത്തൊക്കെ മീൻ പഠിക്കുന്നത് ചങ്ങരംകുളത്തൊക്കെ മീൻ പഠിക്കാനാണ്. അന്ന് ലോഡില്ലല്ലോ ഉരുളക്കാരല്ലേ അത് ഇവിടെ ബസ്സൊക്കെ അന്നത്തെ കാലത്ത് ബസ്സൊന്നുമില്ലല്ലോ, ഒരു ബസ്സില്ല. സാധാരണ വണ്ടി ഉണ്ടാവും ഒന്നോളം വരെ ഇപ്പോഴത്തെ ആഴ്ചയിൽ വരെ വണ്ടിയൊന്നും. 21 വയസ്സിൽ സൈക്കിൾ സ്വന്തമാക്കിയതോടെ കുന്നംകുളം, പൊന്നാനി, കൊടുങ്ങല്ലൂർ, ചേറ്റുവ വരെ സൈക്കിൾ ചവിട്ടി മത്സ്യം വാങ്ങുവാനായി വന്നിരുന്നു. കൊടുങ്ങല്ലൂരിന് മീനടി ചാവക്കാട് വരെ എത്തും. അപ്പോൾ ചേറ്റുവ അവിടെയാണ്, ഇവിടെ ചേറ്റുവായത്. അവിടുന്ന് ചേറ്റുവ അവിടെ അടിച്ചാൽ സുഖമാണ്. അപ്പോൾ 10 മണിക്ക് ചാവക്കാട് എത്തി അവിടെ അവിടെ നടന്നിട്ട് ഇങ്ങനെ തടിയും കൂടി ഇങ്ങനെ പോകും. സൈക്കിളിൽ വീടുകളിലെത്താൻ സമയം വൈകുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ പകരം ഇരുചക്രവാഹനമാക്കി. ഇപ്പോൾ 5 വർഷമായി TVS സ്കൂട്ടറിലാണ് യാത്ര. മഴയോ വെയിലോ നോക്കാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ ചാലിശ്ശേരിയിലെത്തുന്ന കുഞ്ഞുപ്പുക്കയെ നാട്ടുകാർ ഒരു സാധാരണ മീൻകാരനായല്ല, കുടുംബാംഗത്തെ പോലെയാണ് കാണുന്നത്. ആര് പറഞ്ഞു ചായച്ചിരി അങ്ങാടി എന്തോ ആര് പറഞ്ഞ ആളാ വരുന്നെന്ന് പറഞ്ഞു. ഇവിടെ അറിയില്ല, ചായച്ചിരി അങ്ങാടി ആര് പറഞ്ഞാൽ എല്ലാവരും അറിയും. ജീവിതത്തിലെ പ്രയാസങ്ങളെയെല്ലാം പുഞ്ചിരിയോടെ നേരിട്ട കുഞ്ഞുപ്പുക്കയുടെ ജീവിതം കഠിനാധ്വാനത്തിന്റെയും വിശ്വാസ്യതയുടെയും ആത്മവിശ്വാസത്തിന്റെയും മാതൃകയാണ്. തൊഴിലെന്നാൽ ആത്മാർത്ഥതയും ഉപഭോക്താവിനോടുള്ള വിശ്വാസവുമാണ് എന്ന സന്ദേശമാണ് ഇദ്ദേഹം യുവതലമുറയ്ക്ക് നൽകുന്നത്. ആദ്യകാലങ്ങളിൽ ചാലിശ്ശേരിയിലെ പടിഞ്ഞാറെ പള്ളിപ്പെരുന്നാൾ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യവില്പന നടക്കാറുള്ളതെന്നും അവയാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യാപാര ദിനങ്ങളെന്നും കുഞ്ഞുപ്പുക്ക പറഞ്ഞു. നിലവിൽ ട്രോളിംഗ് നിരോധനം തുടരുന്നതിനാൽ മത്സ്യലഭ്യത കുറവാണെങ്കിലും ജൂലൈ 31-ന് നിരോധനം അവസാനിക്കുന്നതോടെ വിൽപ്പന കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് കുഞ്ഞുപ്പുക്ക. ഒറ്റപ്പിലാവിൽ താമസിക്കുന്ന കുഞ്ഞുപ്പുക്കയുടെ കച്ചവടത്തിന്റെ പ്രധാന കേന്ദ്രം ഇന്നും ചാലിശ്ശേരി തന്നെയാണ്. 6.5 പതിറ്റാണ്ടിലേറെയായി ഒരു നാടിന്റെ വിശ്വാസം നേടിയെടുത്ത ഈ മീൻ വ്യാപാരി കാലം മാറിയിട്ടും തൊഴിൽ മൂല്യങ്ങളും മനുഷ്യബന്ധങ്ങളും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആരോടും പരിഭവമില്ലാതെ പുഞ്ചിരിച്ച് തന്റെ യാത്ര തുടരുകയാണ്. കരിക്കാട് അൽ അമീൻ സ്കൂളിൽ പാരന്റിംഗ് സെഷനും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥി നേതാക്കൾക്ക് ചുമതല കൈമാറുന്ന ചടങ്ങും നടത്തി. കുന്നംകുളം SI ലോഫിരാജ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി നടത്തിയ പഠന ക്ലാസുകൾക്ക് ഷിറിൻ കളത്തിൽ, സുരേഷ് കുമാർ, കമറുൽ ജമാൽ എന്നിവർ നേതൃത്വം നൽകി. യോഗത്തിൽ സ്കൂൾ മാനേജർ അബു മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ജമാൽ കരിക്കാട്, PTA അംഗങ്ങൾ, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ അധ്യാപകർ സ്കൂൾ ലീഡർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രിൻസിപ്പൽ നാസർ സ്വാഗതവും അൽ അമീൻ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൽ ഗനി നന്ദിയും പറഞ്ഞു. CCC ഗുരുവായൂരിന്റെ 892ാമത് പ്രോഗ്രാം തിങ്കളാഴ്ച നടത്തും. വൈകിട്ട് 7-ന് ഈശ്വരന്റെ തിരക്കഥ എന്ന നാടകത്തിന്റെ അവതരണമാണ് ഉണ്ടാവുക. ഗുരുവായൂർ ടൗൺ ഹാളിലാണ് നാടകാവതരണം. ചരമം. ഗുരുവായൂർ ഇരിങ്ങപ്പുറം മനയിൽ മോഹൻദാസ് നിര്യാതനായി 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രേമലത ഭാര്യയാണ്. മിത, മിതേഷ് എന്നിവർ മക്കളാണ്. ഗുരുവായൂർ തിരുവെങ്കിടം കാഞ്ഞിരത്തിങ്കൽ മാഗി നിര്യാതയായി 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ ജോസഫാണ് ഭർത്താവ്. രഹന, രാഗി, റിജിൻ എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.